ഇപ്പോൾ കിട്ടിയ വാർത്ത. അഷ്ടമുടിക്കായലിൽ തീവണ്ടി മറിഞ്ഞ് 250ഓളം പേർ മരണമടഞ്ഞു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. അപകട കാരണം അറിവായിട്ടില്ല. ഞാൻ ആ വണ്ടിക്ക് ടിക്കറ്റ് എടുത്തതാടി. ഒരു സെക്കൻഡ് താമസിച്ചു പോയി കേറാൻ. അല്ലെങ്കിൽ എന്റെ ഗതി എന്തായാനെ. എന്റെ ഈശോയെ, കർത്താവ് രക്ഷിച്ചു കേട്ടോ. ഞാൻ കൊണ്ടുപോയ പെട്ടിയും കൊടയും പെരക്കകത്തോട്ട് വെച്ചതേ ഉള്ളൂ. മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പോയ എവക്ക് പിന്നെ ആരാന്നോർത്താ. ഞാനും ആ വണ്ടിക്ക് പോകാനിരുന്നതാ. നാട്ടുകാർക്ക് അതിനുള്ള യോഗമില്ലാതെ. അപകടം ഇദ്ദേഹത്തിനൊരു പുത്തരിയല്ല. ഇതിനു മുമ്പും പല അപകടങ്ങളിൽ നിന്നും പ്രസിഡന്റ് രക്ഷപ്പെട്ട കാര്യം ഇത്തരുണത്തിൽ ഞാൻ ഓർത്തുപോകുകയാണ് സുഹൃത്തുക്കളെ. അത്യപൂർവമായ ഈ നിമിഷവേളയിൽ നമ്മുടെ നാടിന്റെ അഭിമാനഭാജനമായ ഇദ്ദേഹത്തിന് എന്റെ അകമഴിഞ്ഞ ആത്മാവിൽ ഉയർക്കൊണ്ട ഒരുപിടി ആദരാഞ്ജലികൾ ഞാൻ വാരിക്കോരി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാ നിങ്ങളുടെ യാത്ര മുടങ്ങിയേ? ഒരു സെക്കൻഡ് താമസിക്കാൻ എന്നാ പറ്റി? ഞാൻ ട്രെയിനെ കയറാൻ ടിക്കറ്റും വാങ്ങിച്ചോണ്ട് ചെല്ലുമ്പം മറിപ്പിലെ കുര്യാക്കോ ദേണ്ടേ മുന്നിൽ നിൽക്കുന്നു. എന്നെ കണ്ടപ്പോ കുര്യാക്കോ പിന്നെ വിടുകേല. ഒത്തിരി നാളായി കാണുന്നതല്ലേന്ന് പറഞ്ഞ് ഒരേ യോഗ്യം പറഞ്ഞു. എങ്ങോട്ട് പോണു, എപ്പ വരും, പിന്നെ മക്കളെ പഠിത്ത കാര്യം, അങ്ങനെ ഓരോന്ന് പറഞ്ഞു നിന്ന നേരത്തിന് വണ്ടി അങ്ങ് പോകുകയും ചെയ്തു. എന്റെ കുറിയാക്കോ, നീയാണ് ഈ കുടുംബത്തിന്റെ രക്ഷകൻ. നിനക്ക് ദൈവം സ്വർഗരാജ്യം തുറന്നു തരട്ടെ. നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും തന്ന് കർത്താവ് നിന്നെ ദീർഘനാള് കാത്തുകൊള്ളട്ടെ. അഷ്ടമുടിക്കായലിലുണ്ടായ തീവണ്ടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം സംസ്ഥാന ഗവൺമെന്റും 2 ലക്ഷം രൂപ വീതം കേന്ദ്ര ഗവൺമെന്റും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുറിയാക്കോയെ പണ്ടേ എനിക്കറിയാം. അറത്ത കൈക്ക് ഉപ്പ് തേക്കാത്തോനാ. ഒരുത്തനും ഗതി പിടിക്കണത് അവന് കണ്ണെടുത്താ കണ്ടൂടാ. അവന്റെ തല ഇടുത്തി വീഴണേ കർത്താവേ.